Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഗോലാങ്ങിൽ എങ്ങനെയാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതും അത് വ്യത്യസ്തമായ രീതികളിൽ എങ്ങനെയാണ് കൊടുക്കുന്നതും എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു വെച്ച ഒരു ബേസിക് ഹലോ വേൾഡ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് ഒരു ബിഗിനർ സീരീസ് അല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് പറയുന്നതായിരിക്കില്ല. പക്ഷേ ഈ ഒരു ബേസിക്കായിട്ടുള്ള അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കോർ കൺസെപ്റ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വെബ് പ്രൊജക്റ്റ് എൻഡിൽ ചെയ്യുന്നതായിരിക്കും. റിയൽ പ്രൊജക്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ അവസാനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വേരിയബിൾസ് എങ്ങനെയാണ് ഗോയിൽ കൊടുക്കുന്നതെന്ന് നോക്കാം. പല രീതിയിൽ നമുക്ക് വേരിയബിൾസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗോയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഗ്രോ ഒരു സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ലാംഗ്വേജാണ്. അതായത് ഒരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് അല്ലാതെയും നമുക്ക് കൊടുക്കാനുള്ള വേരിയബിൾ ഡിഫൈൻ ചെയ്യാനുള്ള ഓപ്ഷനും ഗോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ബേസിക്കായിട്ടുള്ളൊരു വേരിയബിൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വേരിയബിൾ കൊടുക്കാനായിട്ട് var എന്ന് പറയുന്ന കീവേഡാണ് കൊടുക്കുന്നത്. മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ സെപ്പറേറ്റഡായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അവസാനം നമുക്ക് കൊടുക്കേണ്ട വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് മസ്റ്റായിട്ടും മെൻഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ var x, y, z അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻറ്റ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഈ 3 വേരിയബിൾസിനും ഇൻറ്റീജർ ഡാറ്റ ടൈപ്പായിട്ടായിരിക്കും ഗോയുടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് ഗോയിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫീച്ചറാണിത്. അപ്പോൾ ഇത് നമുക്കിനി ഒരു പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതിൽ ബൈ ഡിഫോൾട്ട് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇതിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് 0 ആണ്. അപ്പോൾ നമ്മളൊരു ഡാറ്റ ടൈപ്പ് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഓരോ ഡാറ്റ ടൈപ്പിനും ഒരു ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂ ആയിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് മാറ്റി ബൂളിയൻ ഡാറ്റ ടൈപ്പാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ മാറുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഫാൾസ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് എല്ലാത്തിനും കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു മെത്തേഡ്, അതായത് നമ്മുടെ ഈ ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ വേരിയബിൾ വിത്ത് ഇനിഷ്യലൈസർ, അതായത് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂ ഒരുമിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് വേരിയബിൾ വിത്ത് ഇനിഷ്യലൈസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് var കീവേഡ് തന്നെ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. var = 10 എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വാല്യൂ എടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇനി നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 10 എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗോ എന്ന് പറയുന്ന ലാംഗ്വേജിൽ മാത്രമുള്ള ഒരു ഫീച്ചറിനെ പറ്റിയാണ് ഇതിൽ ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു വേരിയബിൾ = 10 എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ എവിടെയും അത് ഇപ്പോൾ യൂസ് ചെയ്തിട്ടില്ല, അതായത് ഈ വേരിയബിൾ എവിടെയും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ മെമ്മറിയിൽ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് വന്ന ഒരു വാർണിംഗ് ആണ് ഈ ഒരു എറർ. നമുക്ക് ഈ പ്രോഗ്രാം വേണമെങ്കിൽ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഡിക്ലെയർഡ് ബട്ട് നോട്ട് യൂസ്ഡ്. അപ്പോൾ ഇതൊരു എററാണ്, ആക്ച്വലി കമ്പൈൽ എററാണ്. അത് പ്രോഗ്രാം കമ്പൈൽ ആവില്ല. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ. ഗോയിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേരിയബിളാണോ ഫംഗ്ഷനാണോ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് അത് എവിടെയും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഗോ ലാംഗ്വേജ് അലോ ചെയ്യില്ല. അതാണ് ഗോയുടെ ഒരു പ്രത്യേകത. മറ്റൊരു ലാംഗ്വേജിലും ഇല്ലാത്തൊരു ഫീച്ചറാണത്. അപ്പോൾ അതുകൊണ്ടുള്ള ആക്ച്വൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം ഒരുപാട് വലുതാവുന്നൊരു സമയത്ത് അൺയൂസ്ഡ് വേരിയബിൾസും ഫങ്ഷൻസും ഒന്നും നമ്മുടെ ഒരു കോഡിൽ ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം കമ്പൈൽ ആവില്ല. അപ്പോൾ ഇനീഷ്യലി ഇതൊരു ഡ്രോബാക്ക് പോലെ ഫീൽ ചെയ്യുമെങ്കിലും ഇത് ആക്ച്വലി വളരെ നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത് നമ്മൾ പഴയ പോലെ
ഈ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ എറർ പോകുന്നതാണ്. നമുക്ക് ഈ വാല്യൂ പ്രിൻ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയാണ്. അപ്പോൾ ഇത് ഇനീഷ്യലൈസർ കൊടുത്തു. ഇനി മൂന്നാമതൊരു രീതിയും കൂടി ഗോയിൽ വേരിയബിൾ കൊടുക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മൾ വാർ കീവേഡ് യൂസ് ചെയ്യാതെ നമ്മൾ ഈ ഒരു സിമ്പിൾ := എന്ന് പറയുന്ന ഒരു സിമ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ വാല്യൂ, ഇതിൻ്റെ ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഈ വാല്യൂവിൽ നിന്ന് ഗോലാങ് ഇൻഫർ ചെയ്തെടുക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി ഡാറ്റ ടൈപ്പ് എടുക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ഷോർട്ട് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു എറർ വന്നിട്ടുണ്ട്, അതായത് ബി ഡിക്ലെയർഡ് ബട്ട് നോട്ട് യൂസ്ഡ്. അപ്പോൾ അതാണ് ഗോ ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു എറർ പോകണമെങ്കിൽ നമ്മൾ കോഡിൽ എവിടെയെങ്കിലും ഈ ഒരു ബി എന്ന് പറയുന്ന വേരിയബിൾ മസ്റ്റായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ വാല്യൂസ് എല്ലാം ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക്കായിട്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന രീതി ഗോയിലുള്ള. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിൻടാക്സ്, അതായത് ഷോർട്ട് വേരിയബിൾ സിൻടാക്സ് നമുക്ക് ഫംഗ്ഷൻ്റെ പുറത്ത് അവൈലബിൾ അല്ല. ഇപ്പം ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എററാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത് നമുക്ക് എപ്പോഴും കീവേഡ്സ് വെച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പാക്കേജ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഇമ്പോർട്ട് എന്ന് പറയുന്നതും ഒരു റിസർവ്ഡ് കീവേഡാണ്. അതുപോലെ തന്നെയാണ് ഈ വാർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഷോർട്ട് വേരിയബിൾ സിൻടാക്സിൽ നമുക്കൊരു കീവേഡില്ല, ഡയറക്റ്റ്ലി വേരിയബിൾ നെയിം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഷോർട്ട് വേരിയബിൾ സിൻടാക്സ് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ ഫംഗ്ഷൻ്റെ പുറത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ ആ ഒരു സിൻടാക്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ബേസിക് വേരിയബിൾ ഡിക്ലറേഷൻ്റെ ഒരു എക്സാമ്പിൾസ്. ഇതിൽ നമ്മളിനി കൂടുതൽ ഡാറ്റ ടൈപ്സിനെ പറ്റിയൊക്കെ പഠിക്കുന്നതായിരിക്കും. പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സെമി കോളൻസ് ഒരു ലൈനിലും യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വളരെ മിനിമലാണ് സിൻടാക്സ് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കീവേഡ്സ് ആയാലും വളരെ മിനിമൽ സിൻടാക്സിലാണ് നമ്മൾ കോഡിങ് ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.